ഹായ് ഗായ്സ്, ഇന്നൊരു ഗെറ്റഡ് വിത്ത് മീ ആണ്. ഇന്ന് വിഷു സ്പെഷ്യൽ ഗെറ്റഡ് വിത്ത് മീ ആണ്. ഇന്ന് എനിക്ക് വർക്കുണ്ട്. സോ ഞാൻ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു വലിയ ലീവിന് ശേഷം വന്നുകൊണ്ടാണ്. നാട്ടിൽ പോയി മുഖത്തൊക്കെ നിറച്ച് കുരുക്കളായിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ എന്താ പറയുക, ഫേസിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൺസ്ക്രീൻ തീർന്നു ഗൈസ്. നമ്മൾ പിന്നെ മലയാളികളെ അതിൻ്റെ ആത്മാവിനെ വരെ ഊറ്റിയെടുക്കുമല്ലോ. അതോടെ ഞാൻ ഞെക്കി പീച്ചി എടുത്തു ഗൈസ്. അപ്പോൾ അവസാനം ഞാനത് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തു. എൻ്റെ ഫേസ് ആകെ കുരുക്കളായിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എന്താണെന്ന് അറിഞ്ഞൂടാ, ക്ലൈമറ്റിൻ്റെ ആണോ അതെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിഞ്ഞൂടാ. ഞാനെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ എന്താ ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് വിഷു ആണല്ലോ, ഇത്തിരി ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഐലൈനറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തു. ഇതൊക്കെ നോർമലി ഞാൻ എൻ്റെ എല്ലാ ഗെറ്റഡ് വിത്ത് മീലും ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടൊക്കെ തൊട്ടു, ചുണ്ടരിയായി. ഇത് ഇൻസൈറ്റിൻ്റെ ഞാൻ പുതിയൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ DM ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടപ്പോഴും കുറച്ചും കൂടി ഗ്ലോ ആയി കേട്ടോ. ഇതായിരുന്നു എൻ്റെ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ മുടി കെട്ടാം എന്ന് വിചാരിച്ചു. മുടി നിറച്ച് ചിക്കായിരുന്നു. കാരണം അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി അവസാനം 2 വാലൊക്കെ എടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു സംഭവം എടുത്തിരുന്നു. അപ്പോഴാണ് അടുത്ത് കമ്മലിട്ടില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കമ്മലിട്ട. ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതാണ് പേൾ, എൻ്റെ പേൾ കമ്മലാണ്. അയ്യോ എന്താണ്ട് മറന്നല്ല എന്നുള്ള സെറ്റപ്പിലാണ് ഞാൻ പോയത്. അപ്പോൾ ഇത് വിഷു ആയതുകൊണ്ട് നമ്മൾ ചന്ദനം മസ്റ്റാണല്ലോ. അപ്പോൾ ചന്ദനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹോസ്റ്റലേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മഞ്ഞൾ. അപ്പോൾ ഈ മഞ്ഞൾ തൊട്ട് ചന്ദനമാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പം ഞാൻ ജോലിക്ക് പോട്ടെ. ഓക്കെ, ബൈ.